നമസ്കാരം. ഞാൻ നിങ്ങളുടെ അനുമോളാണ്. എൻ്റെ സൗണ്ട് എത്രത്തോളം ഉണ്ടെന്നറിയില്ല. പിന്നെ വീഡിയോയുടെ ക്ലാരിറ്റി എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഇതെൻ്റെ ഫോണല്ല. താൽക്കാലികമായിട്ട് എനിക്ക് കിട്ടിയൊരു ഫോണാണ് കേട്ടോ. അപ്പം ഇതേതാ ഫോണെന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അതായത് എനിക്കറിയില്ല എത്രത്തോളം നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവുമെന്നൊന്നും. അതുകൊണ്ട് സോറി. എനിക്കെന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാതെ ഒന്നും ചെയ്യാനാവില്ല, സാധിക്കില്ല. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച, കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് എൻ്റെ മൂന്നാമത്തെ സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതുവരെയും ഭക്ഷണമൊന്നും കഴിക്കാറായിട്ടില്ല. വെള്ളം മാത്രമാണ് കുടിക്കുന്നത്. 100 ml വെള്ളം 1 അവറിൽ ഒരു 100 ml വെള്ളം മാത്രമാണ്. പിന്നെ ട്രിപ്പും കാര്യങ്ങളും ഉണ്ട്. സൂചി ഇങ്ങനെ പല സ്ഥലത്ത് മാറ്റി കുത്തിയിട്ട് ഇന്നിപ്പോൾ എവിടെയാണ് ഉള്ളൂ. വേറെ എവിടെയും വെയിൻ കിട്ടാനില്ല. എനിക്ക് വെയിൻ കിട്ടത്തില്ല. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് വെയിൻ ട്രിപ്പ് കുത്താനുള്ള വെയിൻ കിട്ടത്തില്ല കേട്ടോ. എന്താ പറയുക, ഭയങ്കരമായിട്ട് ഞാൻ നന്നായിട്ട് ക്ഷീണിച്ചു. ഇപ്പം നൈറ്റ് ഇങ്ങനെ ഇട്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ക്ഷീണം മനസ്സിലാവില്ല. കാരണം ഇച്ചിരി വലിപ്പമുള്ളതാണ്, യൂസുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്കറിയത്തില്ല. ഞാൻ ഏറ്റവും അത് ചെറിയ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ച കുറച്ച് ഡ്രസ്സസ് ഉണ്ടായിരുന്നു കുറേ നാൾ മുന്നത്തെ. അപ്പോൾ അതുവരെ ഇപ്പം എനിക്ക് കയറാനാവും എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ സത്യം. അമ്മേ, 1 മിനിറ്റ് കേട്ടോ. കണ്ടിന്യൂ അങ്ങനെ സംസാരിക്കാനാവില്ല എനിക്കിപ്പോൾ. ഒരു 3 സർജറി കഴിഞ്ഞാൽ ഞാൻ ഒരെണ്ണേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. സർജറിക്ക് വന്നു, കോംപ്ലിക്കേഷനായിരുന്നു. രണ്ടാമതൊരു സർജറിക്ക് കയറ്റി. അത് കഴിഞ്ഞിട്ട് കൊളോസ്റ്റമി ബാഗ് ആഡ് ചെയ്ത്, അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പതിയെ ഇടാൻ കേട്ടോ. ചെയ്തു. അതൊരു 1 മാസം 2 ആഴ്ച നമ്മളങ്ങനെ ജീവിക്കേണ്ട വന്നു. ഇതിനകത്ത് ഇൻഫെക്ഷൻ നോക്കാതെ. അത് കഴിഞ്ഞാൽ മാത്രമാണ് എൻ്റെ മൂന്നാമത്തെ സർജറി സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൂന്നാമത്തെ സർജറി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കഴിഞ്ഞത്. ഇന്നേക്ക് തിങ്കൾ ടു തിങ്കളായിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നി എനിക്കിങ്ങനെ ഒന്നും ചെയ്യാതിരിക്കാനും പറ്റില്ല. പിന്നെ നിങ്ങൾ വിചാരിക്കും ഞാനിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ലാന്ന്. എനിക്കങ്ങനെ കുഴപ്പമുണ്ടെന്ന് കാണിക്കാൻ ഇഷ്ടമുള്ള ഒരാളല്ല. കരഞ്ഞു പിടിച്ച് അതാണ് ഇതാണ് എന്നതൊന്നും കാണിക്കാൻ ഇഷ്ടമുള്ള ഒരാളല്ല. പിന്നെ എൻ്റെ വർക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യണ്ടേ എന്തെങ്കിലുമൊക്കെ. എൻ്റെ വർക്കുകളൊന്നും എനിക്കിപ്പോൾ നിലവിൽ ചെയ്യാനാവത്തില്ല. കാരണം എൻ്റെ വർക്കെല്ലാം കുറച്ച് ഹാർഡ് വർക്കുള്ള ജോലികളാണ്. അതൊന്നും ഡോക്ടർ ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആയുർവേദമാണെങ്കിൽ ഒരു 6 month കഴിയണം എന്ന് പറഞ്ഞു. ഓർഗനൈസിങ് ആണെങ്കിൽ ആളെ വെച്ച് ചെയ്യിച്ചു, അതിന് ചെയ്യായിരുന്നു പറഞ്ഞു. അപ്പോൾ അതൊരു സമാധാനം ഉണ്ട്. എന്നാൽ കൂടി ഞാൻ ചെയ്യേണ്ട കുറേ പാർട്ടുണ്ട്. ആ പാർട്ട് ഞാൻ തന്നെ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതും എന്തായാലും സ്വാഹ ആയിട്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ പ്രത്യേകിച്ചൊരു കാര്യം പറയാൻ വന്നത്, ഈ സോഷ്യൽ മീഡിയ ഞാൻ യൂസ് ചെയ്യുന്നത് ആക്ച്വലി എൻ്റെ ഒരു മെൻ്റൽ സ്റ്റാറ്റസിന് വേണ്ടിയിട്ടാണ്. അതൊരു മെൻ്റൽ സപ്പോർട്ട് എന്നൊക്കെ പറയില്ലേ, നമുക്കൊരാളുണ്ടാകുമ്പോൾ ഒരു മെൻ്റൽ സപ്പോർട്ടാണെന്നൊക്കെ പറയത്തില്ലേ. അതുപോലെ സോഷ്യൽ മീഡിയ ആക്ച്വലി എനിക്കൊരു മെൻ്റൽ സപ്പോർട്ടാണ്. എൻ്റെ ഫോൺ എന്ന് പറയുന്നത് എനിക്ക് നല്ലൊരു ഫ്രണ്ടാണ്. കാരണം ഞാൻ 2013 മുതൽ 2013 എനിക്കൊരു ചെറിയ ഫോണാണ്, കീബോർഡ് ഫോണാണുള്ളത്. അതായത് നമ്മൾ പഴയ നോക്കിയുടെ ഫോണില്ലേ, അതായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ആ ഫോണ് ഞാൻ കളയുകയാണ് ചെയ്തത്. ഡീറ്റെയിലൊക്കെ ഞാൻ പറയാം. കളയുകയാണ് ചെയ്തത്. അതിന് ശേഷം ഞാൻ പിന്നൊരു ഫോൺ എനിക്ക് സ്വന്തമായിട്ട് വാങ്ങുന്നത് 2019 കൊറോണ സമയത്ത്. കൊറോണയുടെയൊക്കെ ആ ഒരു കാലഘട്ടത്തിലാണ്. അതിന് തൊട്ട് മുന്നെയാണ് ഞാനൊരു ഫോൺ സ്വന്തമായി വാങ്ങുന്നത്. അന്ന് മുതൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എൻ്റെ ഫോൺ. എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന, എൻ്റെ എല്ലാ മൂവ്മെൻറ്റ്സും അറിയുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. പിന്നെ എനിക്ക് പഴയൊരു ഫോണ് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ജോലി സ്ഥലത്ത് നിന്ന്, കമ്പനി ഫോണായിട്ട്. ആ ഫോണും എൻ്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നു. കാരണം ഞാൻ എവിടെ പോയാലും ഒരു ക്യാപ്ചർ, എൻ്റെ ഒരു ഫോട്ടോ, ഇപ്പം മീൻസ് എനിക്ക് എവിടെയെങ്കിലും പോകണം, ആ സ്ഥലത്തെ ഓർമ്മിക്കാൻ, അല്ലെങ്കിൽ ആ ദിവസത്തെ ഓർക്കാൻ, ആ ഡേറ്റിനെ ഓർക്കുന്നതിന് വേണ്ടി എനിക്ക് ആ ഫോട്ടോസ് ആവശ്യമായിരുന്നു.
അതെന്തിനായിരുന്നു എന്ന് വെച്ചാൽ കുറച്ച് ലീഗൽ നടപടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് പരമാവധി എന്നെ ക്രൂശിക്കാൻ നോക്കിയ കുറച്ച് ആൾക്കാരുണ്ട്. എൻ്റെ ഫാമിലി തന്നെയാണ്, വേറെ ആരുമല്ല, എൻ്റെ ഫാമിലി തന്നെയാണ്. അപ്പം കോടതിക്ക് വേണ്ടത് തെളിവും കറക്റ്റായ ഡീറ്റെയിൽസുമാണ്. അതിന് എന്നെ അന്ന് ആ ഫോൺ കുറേ ദിവസം സഹായിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷമാണ് എൻ്റെ ഫോൺ എനിക്കൊരു സുഹൃത്തായി മാറി. എൻ്റെ ഫോൺ പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. എൻ്റെ ഫോണിലാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. ഇത് മറ്റൊരാളുടെ ഫോണല്ല. എനിക്കങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല ആക്ച്വലി. കാരണം ഞാനതിനകത്ത് ഭയങ്കരമായിട്ട് സേവ് ചെയ്യുന്ന ഒരാളാണ്, എൻ്റെ പേഴ്സണലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഇതിലേക്ക് ഞാനൊന്നും ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ യൂട്യൂബിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒന്ന് കുറച്ച് ആക്റ്റീവ് ആവാം, എന്തായാലും ഇനി സമയം കിടക്കാമല്ലോ എന്നുള്ള കാര്യങ്ങൾ. പിന്നെ എന്തായിരുന്നു എനിക്കുള്ള അസുഖം എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ റിവ്യൂ ചെയ്യാം കേട്ടോ. അത് ഞാൻ വിചാരിച്ചു ഡോക്ടർ തന്നെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും കൂടെ ക്ലാരിഫിക്കേഷൻ വരും ഞാൻ പറയുന്നതിനേക്കാൾ നന്നായിട്ട്. ഡോക്ടർ തന്നെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം എൻ്റെ ഒരു ജീവിത ഓട്ടത്തിൽ നിങ്ങൾക്കറിയാം, ഒരു സിംഗിൾ പേരൻ്റ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ. പിന്നെ ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ നമ്മളതിനെ സന്തോഷത്തോടെ കാണുമ്പോൾ എനിക്കത് ബുദ്ധിമുട്ടല്ല. എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു എന്നല്ല ഞാൻ പറയുന്നത്. ആസ് യൂഷ്വൽ നമ്മൾ സിംഗിളായിട്ട് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ലൈഫിൽ. ഒരച്ഛൻ, അമ്മ, അല്ലെങ്കിൽ ബ്രദർ, സിസ്റ്റർ, അല്ലെങ്കിൽ നെയ്ബേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ നാട്, അതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്കൊരു സപ്പോർട്ടിങ് ആണ്. അപ്പോൾ ഇതൊന്നുമില്ലാതെ ഒരു സപ്പോർട്ടും ഇല്ലാത്തൊരു നാട്ടിലാണ് ഞാൻ നിൽക്കുന്നത്, അതായത് എറണാകുളത്ത്. ഈ എറണാകുളത്ത് നിൽക്കുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ ഒരുപാട് നല്ല മനുഷ്യരുണ്ട്, നല്ല നല്ല ഫാമിലീസ് ഉണ്ട്. അവരുടെ ഒക്കെ സഹായവും സഹകരണവും കൊണ്ടാണ് ഇന്ന് ഞാൻ ജീവനോടെ ഇരിക്കുന്നത്. ഷുവർ, ജീവനോടെ ഇരിക്കുന്നത്. അപ്പം ആ സമയത്ത് എന്നെ ചേർത്ത് പിടിച്ചൊരമ്മയുണ്ട്. അവർക്കൊന്നും സോഷ്യൽ മീഡിയ, പലപ്പോഴും ഞാൻ പറഞ്ഞ എൻ്റെ ക്ലയൻസിന് സോഷ്യൽ മീഡിയയിൽ വരാൻ ഇഷ്ടമുള്ള ആൾക്കാരല്ല. അവരത്രയും പ്രീമിയം ആൾക്കാരാണ്, അത്രയും സെക്യൂരിറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ ആരുടെയും പേര് മെൻഷൻ ചെയ്യാം. എന്നെ അമ്മയെപ്പോലെ ചേർത്ത് പിടിച്ച് എൻ്റെ ഈ സർജറിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും, ടോട്ടൽ 5.5 ലക്ഷം രൂപയായി. ഇവിടെ ഹോസ്പിറ്റലാണ്, ഡോക്ടേഴ്സിൻ്റെയും ഇവിടുത്തെ കുട്ടികൾ, നേഴ്സുമാർ, അവരെനിക്ക് എടുത്ത് പറയാനുള്ള സപ്പോർട്ട് ഭയങ്കരമാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, അതുവരെ എൻ്റെ കൂടെ നിന്നിരുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ഒരു സത്യത്തിക്ക് ആൾക്കാർ. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്, അവരാരും ഇല്ലാതെ ഈ ഒരു ഫ്രീ സ്പേസിലാണ് ഞാൻ. പിന്നെ എൻ്റെ ഒരു അനിയൻ കുഞ്ഞുണ്ട്, ജെബിൻ. അവനുമാണ് എന്നെ ഹോസ്പിറ്റലിൽ ബാക്കി കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്കൊരു വയ്യാതെ നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ ഡ്രസ്സ് നേരെ ആയിരിക്കില്ല, ഡ്രസ്സ് മാറ്റണം, ബാത്റൂമിൽ പോകണം, നടക്കണം, ഇതിനൊക്കെ എൻ്റെ കൂടപ്പിറപ്പിനെ പോലെ എൻ്റെ കൂടെ നിന്നു. അതൊന്നും ജീവിതത്തിൽ ഒരിക്കലും കഴിച്ചു വരുന്നുണ്ട് കേട്ടോ, ചിലപ്പോൾ കരഞ്ഞു പോവേ കൈയ്യകണ്ട. നമ്മൾ ചില ആൾക്കാരെ നമ്മൾ കാണുന്നില്ല, ചിലപ്പോൾ നമ്മൾ ഒരു നല്ല ബ്രദറിനെ പോലെയോ, അല്ലെങ്കിൽ നല്ലൊരു അമ്മയെ പോലെയോ, നല്ലൊരു ചേച്ചിയെ പോലെയോ, ചേട്ടനെ പോലെയോ, അച്ഛനെ പോലെയൊക്കെ ചില മനുഷ്യന്മാർ അത് വേറൊരു രീതിക്കാണ്. അത് കണ്ടു കഴിഞ്ഞാൽ അതങ്ങനെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ പിന്നെ പറയുമൊന്നുമില്ല, നൈസായിട്ട് അങ്ങ് ഒഴിവാകും, അത്രയും. വെറുതെ പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമുണ്ടാകും, എനിക്ക് പറയണമെന്ന് ആഗ്രഹമില്ല. അപ്പോൾ അങ്ങനെ ഇന്ന് ചെറിയ വീഡിയോ ഇട്ടുകൊണ്ട് എൻ്റെ ഒരു എന്താ പറയുക, ഹോസ്പിറ്റൽ ജീവിതവും വീട് ജീവിതവും ഒക്കെ ആയിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഞാനിപ്പോൾ എനിക്കറിയാം ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് സോഷ്യൽ മീഡിയയിൽ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ് എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ എൻ്റെ വിനു എന്ന് തന്നെ ഞാൻ പറയൂ കേട്ടോ.
കാരണം എൻ്റെ ഒരു സഹോദരനെ പോലെ നല്ല പോസിറ്റീവായിട്ട് എനിക്ക് മെസ്സേജ് ഇടുകയും ഞാൻ വിളിക്കുമ്പോൾ മാത്രം ഫോൺ അറ്റൻഡ് ചെയ്ത് എന്നോട് സംസാരിക്കുകയും ഇന്ന് വരെ ഒരു വാക്കുകൊണ്ട് പോലും എന്നെ ഭയങ്കര റെസ്പെക്റ്റോടു കൂടിയാണ് അവൻ എന്നെ കാണുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ വിനുവിനെ ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങൾ തമ്മിൽ ഏകദേശം ഒരു 3 വർഷമായി തോന്നുന്നു കോണ്ടാക്റ്റ് ആയിട്ട്. വിനുവിൻ്റെ വീട് പാലക്കാടാണ്. ആ പാലക്കാടിൻ്റെ അതേ നന്മ അവൻ്റെ മനസ്സിലും വാക്കിലും പ്രവൃത്തിയിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇനി എനിക്ക് അങ്ങോട്ട് എൻ്റെ സമയമാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് താങ്ക്സ് കൂടി പറയാനാട്ടോ വന്നത്. എൻ്റെ ഫ്രണ്ട്ഷിപ്പിൽ നിന്നും അങ്ങ് ചിലപ്പോൾ അവരുടെ സാഹചര്യം കൊണ്ടായിരിക്കും. ഞാൻ അവരൊന്നും കുറ്റം പറയുന്നില്ല. എല്ലാവർക്കും ഓരോ സാഹചര്യം ഉണ്ടല്ലോ. എൻ്റെ ഈ സാഹചര്യം കൊണ്ട് എനിക്ക് അവരെ വിളിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ അവർക്കും അവരുടേതായ സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ അവരെ കുറ്റമൊന്നും പറയുന്നില്ല. ഞാൻ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്നോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പഴയതുപോലെ ആവാൻ എനിക്കിനി ആവാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സർജറിക്ക് തന്നെ 3 ലക്ഷം രൂപയായി. അതെന്നെ സഹായിച്ചവരുണ്ട്. സഹായിച്ചവരാരാന്ന് സഹായിച്ചവർക്കറിയാം. പെട്ടെന്ന് ഈ സത്യം പറഞ്ഞാൽ അപ്പുവിൻ്റെ 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞിട്ട് മാർച്ചിലാണ് ഈ സർജറി ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാം കുളമായി. കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണിപ്പോൾ. പഠിപ്പിക്കാനോ ഇരുത്താനോ വേദനകളും ഉറക്കവും എല്ലാം താളം തെറ്റി. എനിക്ക് ടെൻഷൻ അടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. ഒരു തരി പോലും ടെൻഷൻ അടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ടെൻഷൻ കയറി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ പറഞ്ഞു ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, കയറ്റിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ സർജറി തീരുമാനിച്ച ഹോസ്പിറ്റലിലേക്ക് പോയി സർജറി ഡേറ്റ് ഫിക്സ് ചെയ്യും. രാവിലെ അതായത് ഞാൻ തലേദിവസം വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടു, നാളെ 10 മണിക്ക് എൻ്റെ സർജറിയാണ്, എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഒരു 9:15 ആയപ്പോഴത്തേക്കും അവിടുത്തെ PRO വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ബ്ലഡ് ഡൊണേഷനുള്ള ആരെങ്കിലും വേണം സൈൻ ചെയ്യുന്നത്. അപ്പം എൻ്റെ കൂടെ സൈൻ ചെയ്ത് നിൽക്കുന്നത് എനിക്ക് ദൈവം തന്ന എൻ്റെ അനിയനാണ്. അപ്പം ഇതെല്ലാം ഡോക്ടേഴ്സിന് അറിയാം. കാരണം ഒരു 3 months ആയിട്ട് അവിടുത്തെ പേഷ്യൻ്റ് ആണല്ലോ. എൻ്റെ എല്ലാ ഫാമിലി ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും ഇവർക്കറിയാം. എൻ്റെ ക്ലയൻസ് ആണല്ലോ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം അതൊക്കെ ഓക്കെ ആക്കിയിട്ടാണ് സർജറി ചെയ്തത്. എനിക്ക് പെട്ടെന്ന് വയ്യാണ്ടായി. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അമ്മയെപ്പോലെ കൂടെ നിന്നു. ആ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അനു ഒന്നും റിയാക്ട് ചെയ്യരുത്, ഫോൺ നീ എടുക്കരുത്, ഞാനിപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഡിസ്ചാർജ് ആവുക, വീട്ടിൽ പോവുക. അവർ പറഞ്ഞ റീസൺ എന്താണെന്നറിയാം, ബ്ലഡ് പ്രഷർ ഇല്ലാത്ത ആൾക്ക് ഇവിടെ ട്രീറ്റ്മെൻറ്റ് ഇല്ല, ഇവിടെ സർജറി ചെയ്യാൻ സാധിക്കില്ല. അതാണ് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം. ഒരു ചികിത്സ ചെയ്യുന്ന സ്ഥാപനം ഒരിക്കലും അത് പറയാൻ മേലാത്താണ്. ഞാൻ എൻ്റെയൊക്കെ ഞാൻ 2007 ഞാൻ സർവീസിൽ കയറിയതാണ്. ഇതുവരെ ഞാൻ ഒരു രീതിയിലും ഒരു ക്ലയൻസിനോടും ഭാഷയുടെ അടിസ്ഥാനത്തിലോ നിറത്തിൻ്റെ അടിസ്ഥാനത്തിലോ ജാതിയുടെ അടിസ്ഥാനത്തിലോ ഇന്ന് വരെ ഒരാളെന്നോടൊരു രോഗമാണെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഇന്ന് വരെ ഞാനവരോട് എനിക്ക് വയ്യെങ്കിൽ കൂടി, എനിക്ക് വയ്യാതിരിക്കുന്ന സമയമില്ലല്ലോ എന്നാൽ കൂടി ഭയങ്കരമായിട്ട് അവർക്ക് പോസിറ്റീവ് ആവുന്ന രീതി, അവർ ഹെൽത്തി ഒക്കെ ആവുന്ന രീതി ഞാൻ സംസാരിച്ചിട്ട് അതിൻ്റെ സൊല്യൂഷൻ ഞാൻ കൊടുക്കാൻ നോക്കിയിട്ടേ ഉള്ളൂ. അത് ഏത് രാത്രി വിളിച്ചാലും എന്നെ വിളിക്കുന്ന എൻ്റെ ക്ലയൻസിനറിയാം, ഞാൻ കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒന്നും കൂടെ ഹാർഡായി. കാരണം ബ്ലഡ് പ്രഷർ ഇല്ലാത്ത ഒരാൾക്ക് ട്രീറ്റ്മെൻറ്റ് ഇല്ല. സർജറി പൈസ മുഴുവൻ അടച്ചു. അവർ പറഞ്ഞ ഒരു 1.5 ലക്ഷം രൂപയായിരുന്നു. അത് കഴിഞ്ഞ് മേ ബി സർജറിക്ക് സമയത്ത് വേണ്ടി വരുമായിരിക്കും. ഇപ്പം വേറൊരു സർജറിയും കൂടെ വേണ്ടി വന്നാൽ അത് വേണ്ടി വരുമെന്നവർ പറഞ്ഞു. നമ്മളതെല്ലാം ഓക്കെ പറഞ്ഞതാണ്. പേയ്മെൻ്റ് എല്ലാം അടച്ചതിന് ശേഷമാണ് ഇവരിതെല്ലാം പറയുന്നത്. ലാസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കൂടെ നിന്ന അമ്മ എന്നോട് അങ്ങനെ പറഞ്ഞു. നേരെ ഡിസ്ചാർജ് വാങ്ങി നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പോയി. പിറ്റേ ദിവസം ഇപ്പോൾ ഞാൻ
ഞാൻ പറയാത്തതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയതുകൊണ്ടാണ് ഹോസ്പിറ്റലിൻ്റെ പേര് പറയാത്തത്. പക്ഷെ ഞാൻ പറയാം കേട്ടോ. ഈ ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് പറയുകയും ഇവിടെ വരികയും ഡോക്ടറെ കാണുകയും ഡോക്ടേഴ്സിൻ്റെ ഒരു ടീം തന്നെയായിരുന്നു. അവർ ഭയങ്കര പോസിറ്റീവായിട്ട് എനിക്ക് തന്ന അന്നത്തെ ദിവസം അവരെന്നോട് സംസാരിച്ച് എനിക്കറിയത്തില്ല. അന്ന് ഞാൻ വന്ന ദിവസത്തെ വീഡിയോ ഉണ്ട്. കാരണം ഞാൻ വിളിക്കുമ്പോൾ തന്നെ ഓക്കെ അപ്പോയിൻമെൻറ്റ് എടുക്കണം, നമ്മൾ വിളിക്കണമല്ലോ, വിളിക്കാൻ പറഞ്ഞ് ഞാൻ വിളിച്ചു. അങ്ങനെ ഡോക്ടറെ ആ സംസാരം കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഞാൻ ഭയങ്കര ഓക്കെ, എനിക്ക് അസുഖം ഇല്ല എന്നുള്ള രീതിയിലൊക്കെ ഫീലിംഗ് ആയി. പക്ഷേ ഇവിടെ വന്നു നേരെ തിരിച്ചു ഇതാ സർജറി കഴിഞ്ഞു. എല്ലാം കൊണ്ടും സക്സസ് ആയിട്ട് എല്ലാ രീതിയിലും എനിക്ക് അതായത് എൻ്റെ അമ്മൂമ്മയുണ്ടായിരുന്നു, എന്നെ ജനിപ്പിച്ച സ്ത്രീയുടെ അമ്മയും അച്ഛനും. അവരുടെ അടുത്ത് ഞാൻ എത്ര സ്നേഹത്തോടെ അവരെന്നെ നോക്കിയോ അല്ലെങ്കിൽ അവരെന്നെ കൊണ്ട് നടന്ന പോലെ ആണ് ഈ ഹോസ്പിറ്റലിലുള്ളവർ എന്നെ കൊണ്ട്. ഒരു അച്ഛനും ഞാൻ അങ്ങനെ വിളിക്കുന്നത് കേട്ടോ. അതിന് ശേഷം ആ ഒരു പ്യൂർ സ്നേഹം എനിക്ക് എൻ്റെ ഫാമിലി മെമ്പേഴ്സിൽ നിന്ന് കിട്ടിയിട്ടില്ല, ബ്ലഡ് റിലേഷനിൽ നിന്ന് കിട്ടില്ല. അതിനുശേഷം ഇങ്ങോട്ടേക്ക് എൻ്റെ ടീച്ചേഴ്സായിരുന്നു എൻ്റെ എല്ലാ സപ്പോർട്ടും ഇപ്പോഴും കേട്ടോ. ഞാൻ എന്തൊക്കെയോ പറഞ്ഞല്ലേ, എന്തൊക്കെയോ പറയാൻ വന്നു, എന്തൊക്കെയോ പറയാനുണ്ട് ഒരുപാട്. എൻ്റെ ലൈഫ് ഞാനൊരു റൈറ്ററുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാഡം എറണാകുളത്തുള്ളതാണ്. മാഡത്തിന് വെരിക്കോസ് വെയിൻ്റെ പ്രോബ്ലം ആയിരുന്നേ. അപ്പം അത് ഞാനാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം എല്ലാ ആഴ്ചയിലും മാഡത്തിൻ്റെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അങ്ങനെ കൂടുതൽ അടുത്ത് കഴിയുമ്പം മാഡം എന്നോട് സംസാരിച്ചു. ഒരു അമ്മ തന്നെയാണ് കേട്ടോ. സംസാരിച്ചു. അപ്പം എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു ഞാൻ നിൻ്റെ കഥ എഴുതട്ടെ എന്ന് ചോദിച്ചു. നമുക്കിത് നല്ലൊരു പ്രൊഡ്യൂസറെ കൊണ്ട് ചെയ്യിച്ചാലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യം. പക്ഷേ ഒരു സിനിമ കാണുന്ന പോലെ നിങ്ങളിലേക്ക് എൻ്റെ ജീവിതം എത്തിക്കാൻ മാമിന് പെട്ടെന്ന് കഴിയും. അതാണ് ഒരു റൈറ്ററുടെ ഒരു എന്താ പറയുക മാജിക്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ കഥ ഞാൻ തന്നെ പറയുന്നതല്ലേ. ഞാൻ പറയുമ്പം എന്നെപ്പോലുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ അതിൽ നിന്ന് സ്ട്രോങ്ങായി ഇൻഡിപെൻഡൻ്റായി ഫിനാൻഷ്യലി അവർക്ക് നിലനിൽക്കാനാകുമെന്ന് അവർക്ക് ബോധ്യമാവുള്ളൂ. അപ്പം അതുകൊണ്ട് എൻ്റെ കഥ ഞാൻ തന്നെ പറയും. എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് എന്നെ കള്ളത്തരം പഠിപ്പിച്ചിട്ടില്ല, നുണ പറയാൻ പഠിപ്പിച്ചിട്ടില്ല, കളവ് പഠിപ്പിച്ചിട്ടില്ല. എല്ലാവരോടും സ്നേഹമായി പെരുമാറാനും ആരെങ്കിലും നിന്നോട് തെറ്റ് ചെയ്താൽ നീ അവരോട് ക്ഷമിച്ചിട്ട് അതിനെ വിട്ടുകളയാനാണ് പറഞ്ഞിരിക്കുന്നത്. നിൻ്റെ കയ്യിൽ നിന്ന് ഒരു 10 രൂപ ഒരാൾ എടുത്താൽ പോലും സാരമില്ല, അത് അവരുടെ ജീവിതത്തിൻ്റെ നല്ലതിന് മാത്രമാണെന്ന് ചിന്തിക്കാനാണ് പറഞ്ഞത്. അവരങ്ങനെ പറഞ്ഞുകൊണ്ട് എൻ്റെ ലൈഫിൽ ചീത്തയൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ ഒരിക്കൽ എനിക്കൊരു ടീച്ചർ പറഞ്ഞു, നീ ഇത്രയും പാവമാവരുതായിരുന്നു. അപ്പം ഞാൻ ടീച്ചറോട് ചോദിച്ചു, ടീച്ചറല്ലേ എന്നോട് പറഞ്ഞത് അങ്ങനെ ആവണമെന്ന്? ടീച്ചറൊക്കെ ഒത്തിരി കരഞ്ഞു, ഞാനും. ഇന്നും ടീച്ചർ എനിക്ക് വേണ്ടി കരയുന്നുണ്ട്, എനിക്കറിയാം.
വയ്യാട്ടോ അവൾക്ക് ഒട്ടും ഇത് കാണുന്നുണ്ട്. ഈ അവസ്ഥയിൽ എനിക്ക് അങ്ങോട്ടും പോകാൻ പറ്റില്ല, തിരിച്ച് ഇങ്ങോട്ടും വരാൻ പറ്റില്ല. ലാസ്റ്റ് ഞാൻ കണ്ടത് എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്കാണ്. ഒരു ടീച്ചർ ഒരുപാട് കരഞ്ഞു. എൻ്റെ അടുത്ത് ചോദിച്ചു, എൻ്റെ അച്ഛനോടും അമ്മയോടും ഞാൻ സംസാരിക്കട്ടെ എന്ന്. അപ്പം ഞാൻ ടീച്ചറോട് പറഞ്ഞെന്താണ്, വേണ്ടാന്ന്. എൻ്റെ ടീച്ചർ ഒരുപാട് ഉയരത്തില്ല. ഞാൻ ടീച്ചറിനെ വിളിക്കുന്നേ ഉള്ളൂ, അവൻ അമ്മയാണ്. ആ അമ്മയുടെ അടുത്ത് നിൽക്കാനും മുന്നിൽ വരാനുള്ള യോഗ്യതയൊന്നും അവർക്കില്ല. ജനിപ്പിച്ചു എന്നതിനപ്പുറം അവരെനിക്കൊന്നും തന്നിട്ടില്ല. ഞാൻ അവരുടെ മകളായി ജനിച്ചു എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എൻ്റെ അറിവിൽ. സാറ് ചോദിക്കേ, നിങ്ങൾ അമ്മയും മോളും കാണുന്നത് കരയാനാണോ എന്ന്? കരയാനൊന്നുമല്ല, കുറച്ച് നേരം കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കാനൊക്കെ. പിന്നെ അന്ന് ടീച്ചർ എന്നോട് കാര്യം പറഞ്ഞു, നീ ആ പഴയ നിന്നു കുറച്ചൊന്ന് സ്ട്രോങ് ആയിട്ടുണ്ട്. ഇപ്പം എനിക്കൊരു ധൈര്യമുണ്ട് നിന്നെക്കുറിച്ച്. നീ ധൈര്യത്തോടെ ജീവിക്കുന്നുണ്ട്, ഒരു ധൈര്യം നിനക്ക് വന്നിട്ടുണ്ടെന്ന്. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അത്രയെങ്കിലും ടീച്ചർക്ക് ആശ്വാസമായല്ലോ. അത് ഞാൻ ടീച്ചറോട് പറഞ്ഞു, ഞാൻ എറണാകുളത്ത് ഇങ്ങനെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, ഇന്ന പോലെയാണ്, ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ കുറേ ക്ലയൻസിനെ കിട്ടി, ഹരിയാണ് ഓക്കെയാണ് എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷം. പിന്നെ സാറിനോട് ഞാൻ ക്ലയൻസിൻ്റെ പേരൻസ് അവരുടെ അഡ്രസ്സ് പറഞ്ഞപ്പോൾ സാറിന് അവരെയൊക്കെ അറിയാൻ കേട്ടോ. കാരണം സാറ് കളമശ്ശേരിയിൽ ഒരു ഫെബിൽ വർക്ക് ചെയ്തതുകൊണ്ട് സാറിന് അത്യാവശ്യം അവിടെയുള്ള എല്ലാ അന്നത്തെ വലിയ വലിയ ആൾക്കാരെ സാറിന് നന്നായിട്ടറിയാം. അവരാണ് എൻ്റെ ക്ലയൻസ്. അത് സാറിന് ഭയങ്കര സന്തോഷമായി. സാറ് പറഞ്ഞു, നല്ല കൈകളിലാണ് നീ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു. ദൈവം തമ്പുരാനെ അനുഗ്രഹിച്ചിട്ട് എൻ്റെ ടീച്ചർ പറഞ്ഞ പോലെ നല്ല സ്ഥലത്ത് തന്നെ ഞാനുള്ളത്. പിന്നെ എന്നെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും ഞാനൊന്നും മൈൻഡ് ചെയ്യില്ല. കാരണം എന്താണെന്നറിയോ, ഒരു പിടിച്ചോറ് അന്നവനെ അത് തരാതെ എന്നെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല, ഞാനൊന്നും മൈൻഡ് ചെയ്യില്ല. ഒന്ന് മൈൻഡാകില്ല. ഞാനിപ്പോൾ കരഞ്ഞ എന്തിനാണെന്നറിയാം, എൻ്റെ കാര്യങ്ങൾ വെച്ചിട്ടല്ല, എൻ്റെ ടീച്ചറെ ഓർക്കുമ്പോൾ എനിക്ക് കരച്ചു. എൻ്റെ ടീച്ചറെ ഓർക്കുമ്പോൾ എനിക്ക് കരച്ചു. കാരണം ഞാൻ ടീച്ചറുടെ അടുത്തുണ്ടായിരുന്ന സമയത്ത് ഇത്ര സ്നേഹം ഞാൻ അറിഞ്ഞിട്ടില്ല. എനിക്ക് നേരെ നീട്ടുന്ന ചോറ്റുപാത്രത്തില് മുഴുവൻ ഒരമ്മയുടെ സ്നേഹം മുഴുവൻ നിറച്ച് തന്ന എൻ്റെ ടീച്ചർ ഡോക്ടർ യാത്ര ചെയ്യാനാവുമെന്ന് പറഞ്ഞാൽ എനിക്ക് പോകണം. കാരണം ഞാൻ ചെല്ലുമ്പോഴൊക്കെ ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ചെല്ലുക. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞങ്ങളങ്ങ് കരഞ്ഞു തുടങ്ങുന്നത്. ടീച്ചർക്ക് എപ്പോഴും സങ്കടമാണ്. ഞാൻ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നു. ലൈഫിൽ ഒരാൾ ഒറ്റയ്ക്കാവുന്നത് ഒരാളുടെ കാരണം കൊണ്ടൊന്നുമല്ല, അത് ഒരുതരം മിറാക്കിളാണ്. ദൈവം നമുക്ക് തന്ന ഒരു മിറാക്കിൾ. പിന്നെ ഈശ്വരനോട് നമ്മൾ പറയും, എനിക്കറിയാം എൻ്റെ തമ്പുരാൻ കർത്താവ് തീരുമാനിച്ച കാര്യങ്ങളല്ലേ നടക്കുള്ളൂ. ഞാനെന്തോ വലിയതായിട്ട് ആലോചിച്ച് വെച്ചിട്ടുണ്ട്, അതാ കാര്യം.
അല്ല വേറൊന്നും ഇല്ലെന്നേ. എൻ്റെ കർത്താവേ, സ്തുതി. എനിക്ക് തന്ന എല്ലാ നന്മകൾക്കും, എല്ലാത്തിനും, ഈ തരുന്ന ശ്വാസത്തിൽ, ഇനി തരാൻ പോകുന്ന ശ്വാസം, എനിക്ക് നിന്നോട് നന്ദി മാത്രമേ ഉള്ളൂ. ഞാൻ ഒരിക്കലും നിന്നോട് കണ്ണീര് വരും, ഇല്ലാന്ന് ഞാൻ പറയണില്ല. പക്ഷെ നിന്നോട് ഒരിക്കലും ഞാൻ പരാതി പറയില്ല. നീ പറയുന്ന വഴിയേ ഞാൻ പോയിട്ടുള്ളൂ, മനസ്സിലായോ? ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ അവിടെ, കൈയും മേലെ വെച്ചിട്ട്. നീ പറയുന്ന വഴിയേ ഞാൻ പോയിട്ടുണ്ട്. നീ പറയുന്ന വഴിയിൽ അല്ല, നീ പറയേണ്ടവരുമായിട്ട് ഒക്കെ ഞാൻ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. വേണ്ടാത്തവർ നീ തന്നെ പറ്റിക്കളയുന്നുണ്ട്, വേണ്ടവർ നീ തന്നെ മുന്നിൽ വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം എന്നെ കൈവിടില്ലാന്ന്. എൻ്റെ ടീച്ചർ എന്നെ ചേർത്ത് പിടിച്ച പോലെ എൻ്റെ കർത്താവ് എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എന്നെ ഈ സർജറിക്ക് വേണ്ടി ചേർത്ത് പിടിച്ച പോലെ, ചേർത്ത് പിടിച്ചവരെ പോലെ എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഞാനിന്ന് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത്. അത് ശരി കേട്ടോ, ഞാൻ പോയി കിടക്കട്ടെ. അധികം നേരം ഇരിക്കാനാവില്ല. വരും, ഇഞ്ചക്ഷൻ മെഡിസിനൊക്കെ വരും. നല്ല വേദന. ഒന്നാമത്തെ കാര്യം, എനിക്ക് വെയിൻസ് കിട്ടുന്നതാണല്ലോ, ക്ലോട്ട് ആവുക. മരുന്നൊക്കെ നമുക്ക് അന്യായ വേദന. കുഴപ്പമില്ല, എനിക്ക് വേദന ഇഷ്ടമല്ലെന്നേ, അതാ കാര്യം. അല്ലാതെ വേറെ ഒന്നുമില്ല. അതിന് ഇഷ്ടമായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരത്തില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഇഷ്ടമില്ല വേദനിക്കാൻ. അപ്പം എല്ലാവരും അയ്യോ, അത് ഞാൻ പറയാൻ മറന്നുപോയി. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയും ഗോഡ് ബ്ലെസ് യു ഓൾ.